മോളെ അനു തായന്റെ ഞാൻ കൊടുക്കാം. ഭാനുമേ, ഇങ്ങോട്ട് വരൂ, നമുക്ക് ചായ കുടിക്കാം. ഓ വരാം മാഷേ. മോളെ നമുക്ക് പോയി ചായ കുടിക്കാം. ഭാനുമ ചെല്ല്. എനിക്കിപ്പോ ചായ വേണ്ട. ചായ വേണ്ടെങ്കിൽ കുടിക്കണ്ട, അവിടെ വന്നിരിക്കാലോ. അച്ഛനും 5 മക്കളും ഒരുമിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഭാനുമ്മയെ പോലുള്ളവർക്ക് കാണാൻ പറ്റൂ. വാ ചേച്ചി, ഞങ്ങൾ അവിടുന്ന് വന്നത് എല്ലാരും കൂടി ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ പിന്നെ ചേച്ചി മാത്രം ഇങ്ങനെ മാറി നിന്ന എങ്ങനെ ശരിയാവും? അത് വന്നാട്ടെ അമ്പിളി, വാ. അയ്യോ ഭാനുമേ, ഓ എന്റെ ജോലിയെല്ലാം ബാക്കിയോ? ഓ, ഒരു ജോലിക്കാരി ഇവിടെ വന്നിരുന്നേ, ഇവിടെ ഇരിക്കും. ചായ കുടിക്ക. എന്തിനാ ചേച്ചി എല്ലാരോടും ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? പാചകം 2 വെച്ച് പരസ്പരം മിണ്ടാതെയും പറയാതെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ആവശ്യത്തിനുണ്ടനു. ഞാൻ പിന്നെ മിക്ക സമയത്തും എന്റെ ജോലിയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാ. മഞ്ചാടി വന്നിട്ട് നീ ഇവളോട് വല്ലതും സംസാരിച്ചു അമ്പിളി? എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു നടക്കുന്നവരോട് ഞാൻ എന്ത് സംസാരിക്കാനാ അച്ഛാ? രഘുവേട്ടൻ എന്നോട് സംസാരിച്ച് അമ്പിളി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി. അതാ ഞാൻ മുറിയിലേക്ക് കയറിപ്പോയത്. അത് മഞ്ചാടി പറഞ്ഞാൽ ശരിയാ. ഞങ്ങളെയൊക്കെ കാണുമ്പോ അമ്പിളി ചേച്ചിക്ക് ഞങ്ങളിപ്പോ എന്തെങ്കിലും സഹായം ചോദിക്കുമെന്നുള്ള പോലൊരു ടെൻഷനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒരു സഹായം ചെയ്യാത്തവളൊന്നും അല്ലല്ലോ ചീരു. എന്നാണോ അമ്പിളി ചേച്ചി ഞാൻ പറഞ്ഞത്? അമ്പിളി ചേച്ചിക്ക് എന്തും പറയാം. നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാ അതിന് 100 അർത്ഥവും കാണും. എടി, നീ കൂടുതൽ സംസാരിക്കണ്ട. വഴക്കിടാതെ. പണ്ടും ഇവര് തമ്മില് വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് ഭാനുമേ. പക്ഷേ കുറച്ച് കഴിയുമ്പോ അത് അവര് തന്നെ അങ്ങ് മറക്കും. അന്ന് 5 പേര് ഒരു മുറിയിലായിരുന്നില്ലേ? അടുക്കളയിൽ അടിച്ചാലും അടുത്ത് കിടന്നിലയിൽ ഇവർക്ക് ആർക്കും ഉറക്കം വരാറില്ലായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പൊ ആരെങ്കിലും ഒന്ന് ഒച്ച ഉയർത്തിയാ എനിക്ക് പേടിയാ. ഇത് എന്തിനുള്ളതാണെന്നോ എവിടെ ചെന്ന് നിൽക്കുമെന്നോ എനിക്കറിയില്ല. അച്ഛാ, ഞങ്ങള് അച്ഛനെയും മഞ്ചാടിയും കാണാൻ വേണ്ടി മാത്രമല്ല വന്നത്. വേറൊരു കാര്യം കൂടി പറയാന്. ആണോ? എന്നാ പറ, കേൾക്കട്ടെ. വിനയൻ വീട് വരെ വന്നിരുന്നു. ആർച്ചമോളെയും കൊണ്ടാ വന്നത്. മോളെ ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയായിരുന്നു. മോൾക്ക് എന്താ ചേച്ചി പറ്റിയേ? ആർച്ചമോളെ അനുചേച്ചി കണ്ടോ? പിന്നെ കാണാതെ. ഞാൻ അവൾക്ക് ഭാനുമ്മയെ കൊണ്ട് പാലൊക്കെ കൊടുപ്പിച്ചു. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഭാനുമ്മ? ഏയ്, ഒരു കുഴപ്പമില്ല. വിനയനെ അവന്റെ ബുദ്ധിമുട്ട് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി വന്നതായിട്ടാ എനിക്ക് തോന്നിയത്. അത് മാത്രമായിരിക്കില്ല, ചീരു അവിടെ ഉണ്ടെങ്കിൽ അവളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധി കൂടിയാ ഭാനുമേ അത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാ ഒരമ്മയ്ക്കും ഒളിച്ചിരിക്കാൻ പറ്റില്ലെന്ന് അവനറിയാം. ഓക്കെ, അവന്റെ അഭിനയം തന്നെ അച്ഛാ, അതിൽ സംശയമൊന്നുമില്ല. 2 മക്കളെ ഒരുമിച്ച് അവൻ പുറത്തേക്ക് കൊണ്ടുവരില്ല. അവരെ നമ്മൾ ബലമായിട്ട് പിടിച്ചു വാങ്ങിയാലോ. അയാള് എന്താ ചേച്ചി ആർച്ചമോളെ കൊണ്ട് അവിടെ വന്ന് പറഞ്ഞ്? മോളെ കാണിച്ച അയാള് വല്ല ഭീഷണി മുഴക്കോ? ഇല്ല ചീരു, ഇപ്പോ കാര്യങ്ങൾ കുറച്ച് മയപ്പെട്ടിട്ടുണ്ട്. ആ ഷോപ്പിന്റെ കാര്യത്തില് അപമാനിക്കപ്പെട്ടത് മാത്രം ഇപ്പൊ അവന്റെ പ്രശ്നം. അതിന്റെ പേരില് മനസ്സ് കൈവിട്ട് വയലന്റ് ആയി പോയതാണെന്നും ചീരുവിനെ തല്ലിയത് തെറ്റായി പോയെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഞാൻ അവനോടൊരു കാര്യം ചോദിച്ചു.
ഷോപ്പ് തുടങ്ങാനുള്ള പൈസ തന്ന ആർച്ചമോളെയും ഭദ്രമോളെയും ചീരുവിന് തിരിച്ചു കൊടുക്കാവോന്ന്. എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു ചേച്ചി? വിനയൻ അതിന് തയ്യാറാ ചീരു. പക്ഷെ അത്രയും പണം നീയും അച്ഛനും പറയുകയാണെങ്കിൽ അത് ഞാൻ കൊടുത്തോളാം ചീരു. എന്റെ കയ്യിലുള്ള കാശ് രഘുവേട്ടനും അമ്പിളിച്ചേച്ചിക്ക് എന്തായാലും വേണ്ടല്ലോ. അപ്പൊ പിന്നെ ആ പണം കൊണ്ട് നമുക്ക് ചീരുവിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ അച്ഛ? മക്കളെ അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചെത്തിക്കാൻ കഴിയാന്ന് പറഞ്ഞ അതൊരു വലിയ കാര്യം തന്നെയാ. ഇല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവനാ മക്കളെ മറ്റാർക്കെങ്കിലും വിൽക്കും. മോളെ, നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ. അതിന് വൈകിക്കണ്ട. ഇപ്പൊ തന്നെ തിരിച്ചുപോയി നമുക്കതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരി അച്ഛ. ആ മോളെ ചിരു, നീ വേഗം പോയിട്ട് റെഡിയാവാൻ നോക്കും മോളെ. അനുവിന്റെ കൂടെ നമുക്കും പോയേക്കാം. നിന്റെ മക്കളെ തിരിച്ചു വാങ്ങിയിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ശരി മോളെ, ചെല്ലേ, വേഗോട്ടെ. വാ മോളെ, വാ. സുശീല പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പേരിൽ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതെ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വീട്ടിലാരോടും പറഞ്ഞിട്ടില്ലല്ലോ? ഏയ് ഇല്ല. ആ, അത് മതി. സുധൻ സ്വർണം കൊണ്ട് വന്നതാ. എല്ലാം ഞാൻ സുശീലയെ ഏൽപ്പിച്ചിട്ടുണ്ടാ. സത്യം പറഞ്ഞായിരുന്നു കൊണ്ടുവരുമെന്ന്. അല്ല, എന്നാ സുധൻ ഇറങ്ങുകയല്ലേ? സുധനും തിരക്ക് കാണുമല്ലോ. എന്നാ ശരി, ഞാൻ ശരി.